കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഡെസേർട്ട് ഒരു വീഡിയോ കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് ഈ റെസിപ്പി. ഇപ്പം നല്ല പഴുത്ത മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ. ഈ മാമ്പഴക്കാലത്ത് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ട് പഴുത്ത മാങ്ങ വേണം. പിന്നെ വേണ്ടത് ചവ്വരി അല്ലെങ്കിൽ സാബുണരി എന്ന് പറയില്ലേ, അതൊന്ന് കുതിർത്ത് വേവിച്ചെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ വേണ്ടത് പാലാണ്. പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ. നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് അതിൻ്റെ മധുരവും പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മധുരവും തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കഴുകി വൃത്തിയാക്കി തോലെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മാങ്ങ പീസസ് ആക്കി വെച്ചിട്ടുള്ളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ കുറച്ച് പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം കാണിച്ചു തരാം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് അഭിപ്രായം പറയുമോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പശുവിൻ പാലാണ് കേട്ടോ. തിളപ്പിച്ചാറിയതോ സാധാരണ പാക്കറ്റ് പാലില്ലേ എന്തായാലും മതി. ഒക്കെ അവരവരെടുക്കുന്നത് പോലെ പാലും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ സാധിക്കും കേട്ടോ. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. പഴുത്ത മാങ്ങയായതുകൊണ്ട് തന്നെ പാലിൽ നല്ല സ്മൂത്തായിട്ട് കിട്ടും. നന്നായിട്ടൊന്ന് അടിച്ച് ഇതാ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഫ്ലേവറൊക്കെ മധുരവും അവരവരെ ഇഷ്ടം പോലെ. 2 മാങ്ങയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് നമ്മൾ ചവ്വരി കുതിർത്ത് വേവിച്ച് വെച്ചതാണ്. മാംഗോ സാഗോ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ കേട്ടോ. അത് അത്യാവശ്യം വേണം. നമ്മളിത് കഴിക്കുമ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നന്നായി കുതിർത്ത് നല്ലപോലെ വേവിച്ച് കഴുകി അരിച്ചെടുത്തതാണ്. പായസത്തിനൊക്കെ നമ്മൾ എടുക്കാറില്ലേ, അതേപോലെ തന്നെ വേവിച്ചെടുത്താൽ മതി. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാങ്ങ പീസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നിറയെ മാങ്ങ പീസസ് ഇങ്ങനെ കിട്ടണം കേട്ടോ. അപ്പം ഇളക്കിയിട്ട് വീണ്ടും ഞാൻ കുറച്ച് പീസസും കൂടി ഇട്ട് വെച്ചു. ഇതിങ്ങനെ കോരി കഴിക്കുമ്പം ആ സാഗോയും ആ മാമ്പഴ പീസും പാലും മിൽക്ക് മെയ്ഡും ഒക്കെ ചേർന്നത് നല്ലൊരു രുചി കിട്ടുന്നുണ്ട്. വളരെ ഈസിയാണ്. കുക്ക് ചെയ്യൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. കുറച്ച് പീസസ് മേലെയും കൂടി ഓരോന്നായിട്ട് വിതറിയിട്ടു കേട്ടോ. സാഗോ നന്നായിട്ട് വേവണം കേട്ടോ. കുതിർത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. ഇനി വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. കൂടുതൽ തണുത്ത് കഴിക്കേണ്ടവർക്ക് കുറച്ച് സമയം ഫ്രീസറിലൊന്നും വെക്കണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഒരു 15 മിനിറ്റ് നേരം വെച്ചോ. കട്ടയായിട്ടൊന്നുമില്ല. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.